ലതാ സുജിവേളിൻ്റെ മലയാളം ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ വീഡിയോകളിൽ നമ്മൾ മണ്ണിൻ്റെ കിനാവുകൾ എന്ന കവിതയും അതിൻ്റെ പഠന പ്രവർത്തനങ്ങളുമായിരുന്നു പറഞ്ഞിരുന്നത്. ഈ വീഡിയോയിൽ നമ്മൾ കാട്ടിലെ മഴ എന്ന ഒന്നാമത്തെ യൂണിറ്റിൻ്റെ രണ്ടാം ഭാഗത്തിലെ പാഠമാണ് നോക്കുന്നത്. കഴിഞ്ഞ വീഡിയോയിൽ വീടിൻ്റെ വരാന്തയിൽ ഇരുന്ന് മഴ കാണുന്ന ഒരു കുട്ടിയുടെ ആണല്ലോ തുടക്കം. ആ കുട്ടി ഇനിയും വീടിൻ്റെ തിണ്ണയിലിരുന്ന് മഴ കാണുന്ന കുട്ടിയെ നമ്മൾ പരിചയപ്പെട്ടിരുന്നു. ഇനിയും കാട്ടിൽ മഴ പെയ്യുമ്പോൾ മഴ കൊണ്ട് കാട്ടിൽ ഉണ്ടാകുന്ന വ്യത്യാസങ്ങൾ എന്തെല്ലാം എന്നാണ് ഈ ലേഖനത്തിൽ കൊടുത്തിരിക്കുന്നത്. കാട്ടിൽ മഴ ഉണ്ടാക്കുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. ഇത് ഒരു അനുഭവ കഥ പോലെയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. പാഠഭാഗത്തേക്ക് പോകാം. ഇന്നലെ കാട്ടിൽ കന്നിമഴ പെയ്തു. കടുത്ത വേനലിൽ നീർച്ചാലുകൾ വറ്റി വരണ്ടു. പുഴ നന്നേ മെലിഞ്ഞു. പച്ചയ്ക്ക് വിളർച്ച. തീ വീണ കുന്നുകൾക്ക് കരിവാളിപ്പ്. ആദ്യം ആരും ശ്രദ്ധിച്ചില്ല. മലമുഴക്കിയും മണ്ണട്ടകളും ഒഴിച്ച്. കുന്നിൻ മുകളിൽ കുറുമ്പ് കാട്ടുന്ന ആനക്കൂട്ടം കണക്ക് മഴമേഘങ്ങൾ വന്നു നിറഞ്ഞത് പെട്ടെന്നായിരുന്നു. ഇത്രയും ഭാഗത്തിൻ്റെ അർത്ഥം എന്താണെന്ന് നോക്കാം. അപ്പം ആദ്യമേ പറയുന്നു, ഇന്നലെ കാട്ടിൽ കന്നിമഴ പെയ്തു. എന്താണ് ഈ കന്നിമഴ? ഒരുപാട് വരൾച്ചയ്ക്ക് ശേഷം, അതായത് ഒരുപാട് ചൂട് സമയങ്ങളൊക്കെ വരൾച്ച കഴിഞ്ഞതിന് ശേഷം ആദ്യം പെയ്യുന്ന മഴയാണ് കന്നിമഴ എന്ന് പറയുന്നത്. അപ്പോൾ ഈ കന്നിമഴ പെയ്തു ഇന്നലെ. പക്ഷേ അതിന് മുമ്പ് അടുത്ത വരിയിൽ പറഞ്ഞിരിക്കുന്നത് എന്താണ്? ഈ മഴ പെയ്യുന്നതിന് മുമ്പുള്ള അവസ്ഥയാണ്. അതായത് കടുത്ത വേനലിൽ നീർച്ചാലുകൾ വറ്റി വരണ്ടു. നീർച്ചാലുകൾ മീൻസ് ചെറുതായിട്ട് ഒഴുകുന്ന കൊച്ചു കൊച്ചു അരുവികൾ. അത് ചൂട് കൊണ്ട് വറ്റി വരണ്ടു. പുഴ നന്നേ മെലിഞ്ഞു. പുഴ നന്നേ വരണ്ടു എന്നല്ല പറഞ്ഞിരിക്കുന്നത്. ഇവിടെ കവിയഭംഗി, അതായത് വളരെ സാഹിത്യം കലർത്തിയിട്ടാണ് പുഴ നന്നേ മെലിഞ്ഞു. മെലിയുക എന്ന് പറഞ്ഞാൽ സാധാരണ എന്താ, വണ്ണം കുറയുക എന്നല്ലേ. പുഴയുടെ വണ്ണം കുറയുക എന്ന് പറഞ്ഞാൽ പുഴയിലെ സമ്പത്ത് കുറഞ്ഞ് ചെറിയ ഒരു ചാല് പോലെ മാത്രമാകുക. അതാണ് പുഴ മെലിഞ്ഞു എന്ന് പറയുന്നത്. അതുപോലെ പച്ചയ്ക്ക് വിളർച്ച. വിളറിയ പച്ച നിറം എന്ന് വെച്ചാൽ എന്താ, നല്ല പച്ച നിറം വേണമെങ്കിൽ മഴ പെയ്യണം. എല്ലായിടത്തും നല്ലപോലെ ചെടികളും മരങ്ങളും ഒക്കെ പൊച്ചകളൊക്കെ കിളിക്കണം. അതല്ലെങ്കിൽ അത് വിളർച്ച ബാധിച്ച പോലെയാണെന്ന് പറഞ്ഞാൽ മഴയില്ലാതെ പച്ചപ്പൊന്നുമില്ല, എല്ലാം കരിഞ്ഞുപോയി. തീ വീണ കുന്നുകൾക്ക് കരിവാളി. ഇപ്പം എന്താണ്, ഈ വേനൽക്കാലത്താണ് ഈ ഒരുപാട് വനമേഖലകളിലൊക്കെ നല്ലതായിട്ട് മരങ്ങളൊക്കെ ഉണങ്ങി നിൽക്കത്തില്ല. ആ സമയത്തൊക്കെ അവിടെ താനേ തീ ഉണ്ടാകുന്നത് എങ്ങനെയാണെന്നൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാകും. അപ്പോൾ അവിടെ വലിയ തീ ഉണ്ടാകും. പുല്ലിനൊക്കെ തീ വീണിട്ട് അതിങ്ങനെ വൃക്ഷങ്ങളുമൊക്കെ കരിഞ്ഞു പോകുന്നൊരവസ്ഥയുണ്ട്. തീപിടുത്തം എന്ന് പറയും. അത് ഈ വേനൽക്കാലത്ത് അതിരൂക്ഷമാണ്. ഭയങ്കര വേനലാണെങ്കിൽ അതിരൂക്ഷമായിരിക്കും. അങ്ങനെ കിടന്നിരുന്ന ഒരു ഭാഗം അങ്ങനെ കിടന്നിരുന്ന ഭൂമി ആ സമയത്താണ് ആദ്യമായിട്ട് മഴ പെയ്തത്. ഈ മഴയുടെ വരവ് ആദ്യം മറ്റാരും ശ്രദ്ധിച്ചിരുന്നില്ല. ആരൊഴികെ മലമുഴക്കി ഒരു വേഴാമ്പലാണ്. മലമുഴക്കി വേഴാമ്പൽ എന്നൊരു വേഴാമ്പലും മണ്ണട്ടകളും ചെറിയ അട്ടകളും ഒഴിച്ച കാര്യം. മനുഷ്യരെ പോലെ തന്നെ എല്ലാ ജീവജാലങ്ങളും മഴയെ കാത്തിരിക്കുകയാണല്ലോ. മഴയാണല്ലോ എന്തിൻ്റെയും, അതായത് ഒരു പുതിയ ഒരു മഴയെ മഴയെ ആശ്രയിച്ചായിരുന്നു പണ്ട് നമ്മൾ കൃഷി പോലും ചെയ്തിരുന്നത്. ഇവിടെ മഴ പ്രതീക്ഷിച്ചിരിക്കുന്ന സമയത്ത് അപ്രതീക്ഷിതമായി വന്ന മഴയെ ആദ്യം ശ്രദ്ധിച്ചത് ഈ മലമുഴക്കി വേഴാമ്പലും മണ്ണട്ടകളുമായിരുന്നു. കുന്നിൻ മുകളിൽ കുറുമ്പ് കാട്ടുന്ന ആനക്കൂട്ടം കണക്ക്. വളരെ മനോഹരമായിട്ടാണ് ഇവിടെ കവി പറഞ്ഞിരിക്കുന്നത്. കുന്നിൻ മുകളിൽ കുറുമ്പ് കാട്ടുന്ന ആനക്കൂട്ടം കണക്ക്. ആരാണ്? മഴമേഘങ്ങളാണ്. കറുത്ത മേഘങ്ങളാണല്ലോ മഴമേഘങ്ങൾ. തെളിഞ്ഞ വാനത്തിന് നീല നിറമാണ്. കറുത്ത മേഘങ്ങൾ, മഴ കൊണ്ടുവരുന്ന മേഘങ്ങളാണ്. ആ മേഘങ്ങളെ ഇവിടെ ആനക്കുട്ടികളെ വലിയ ആനകളെക്കാട്ടിലും വളരെ കുസൃതി കാണിക്കുന്നവയാണ് ആനക്കുട്ടികൾ. ഈ ആനക്കുട്ടികളുമായിട്ടാണ് നമ്മളിവിടെ ഈ കാർമേഘത്തെ കവി ഉപമിച്ചിരിക്കുന്നത്, നമ്മുടെ രചയിതാവ് ഉപമിച്ചിരിക്കുന്നത്. അത് ഈ മഴ വന്നത് ഇപ്പോഴങ്ങനെയാണല്ലോ. മഴ നമ്മൾ നോക്കി നിൽക്കുകയാണ് മഴ വരുന്നത്. അങ്ങനെ പെട്ടെന്ന് മഴ വന്നു. കാട്ടിൽ മഴയിരമ്പം കേട്ടപ്പോൾ കരിയിലകളുടെ കലപിലയാണെന്ന് കരുതി കൊമ്പുകളെ പിടിച്ചുലേക്കി കാറ്റ് കടന്നുപോയപ്പോൾ അറിഞ്ഞു എവിടെയോ പെയ്യുന്നുണ്ട്. കാറ്റിൻ്റെ രണ്ടാം വരവിൽ ആദ്യത്തെ തുള്ളികളും എത്തി എന്ന് പറഞ്ഞാൽ, കാറ്റിൽ മഴയിരമ്പം കേട്ടപ്പോൾ കരിയില മരങ്ങളിലെ ഇലകളൊക്കെ ചൂട് കാരണം പൊഴിഞ്ഞു കിടക്കുകയാണ്. അതിൻ്റെ മേളിൽ കൂടെ നടക്കുമ്പോൾ ഒരു കലവില ശബ്ദം കേൾക്കും. ഇവിടെ കലവില ശബ്ദം കേട്ട് ഈ ആദ്യത്തെ മഴത്തുള്ളികൾ വീണപ്പോഴാണ് ഈ കലവില എന്ന ശബ്ദം കേട്ടത്.
പക്ഷേ അത് മഴയാണെന്ന് വിചാരിച്ചില്ല. പിന്നെന്താണ്, അതേപോലെ തന്നെ അതോടൊപ്പം തന്നെ ആദ്യത്തെ മഴയാകുമ്പം കൊമ്പുകളെ പിടിച്ചുലക്കി, അതായത് വൃക്ഷങ്ങളുടെ കൊമ്പുകളെ പിടിച്ചുലക്കി കാറ്റ് കടന്നു പോയപ്പോഴാണ്. അപ്പം മഴത്തുള്ളി, ആദ്യത്തെ മഴത്തുള്ളി വീണപ്പോൾ മഴയാണെന്ന് കരുതിയില്ല. രണ്ടാമത് ഒരു ശക്തമായ കാറ്റടിച്ചപ്പോഴാണ് നമുക്ക് എന്ത് മനസ്സിലായത്, ഇവിടെ മഴത്തുള്ളി വീണതേ ഉള്ളൂ, വേറെ എവിടെ നമ്മൾ കേട്ടിട്ടുണ്ട് വീട്ടിലൊക്കെ നമ്മുടെ അമ്മമാരൊക്കെ പറയുന്ന തണുത്ത കാറ്റടിക്കുന്നുണ്ട്, എവിടെയോ മഴ പെയ്യുന്നുണ്ട് എന്ന് കേട്ടിട്ടുണ്ടല്ലോ. ഇവിടെ അതേപോലെ ചെറിയ കാറ്റടിച്ചപ്പോഴാണ് എന്ത് മനസ്സിലായി, എവിടെയോ മഴ പെയ്യുന്നുണ്ട്. അങ്ങനെ കാറ്റ് രണ്ടാമതൊന്നുകൂടി വീശിയപ്പോൾ ആ കാറ്റിനോടൊപ്പം 2-3 മഴത്തുള്ളികൾ, നേരത്തെ വീണ മഴത്തുള്ളികളേക്കാൾ ശക്തിയുള്ള മഴത്തുള്ളികളും വീഴാൻ തുടങ്ങി.